ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഫ്രൈഡ് കോക്കനട്ട് ബണ്ണാണ്. അപ്പോൾ കോക്കനട്ട് ബൺ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ദിൽഖുഷ് അഥവാ കോക്കനട്ട് ബൺ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. അത് സാധാരണ ബേക്ക് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. ബേക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ചെറിയ ചെറിയ ബണ്ണാക്കി റെഡിയാക്കിയതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോക്കനട്ട് ബൺ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് മാവും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ടേസ്റ്റ് കിട്ടുന്നത് മൈദയിലാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മതി കേട്ടോ. ഡ്രൈ ഈസ്റ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചൂട് പാലിലോ ചൂട് വെള്ളത്തിലോ ഇട്ട് വെച്ചിരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പൊങ്ങി വന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതേ മാവിൻ്റെ കൂടെ തന്നെയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, മാവിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും ഈസ്റ്റും ബട്ടറും മാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കാനുള്ളത്. അപ്പോൾ പാല് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ആയാലും മതി, ചെറിയ ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂട് വേണ്ട. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. 1/2 കപ്പ് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുള്ള പാല് 3/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പം കറക്റ്റ് പരുവത്തിലാണ് കേട്ടോ കിട്ടുന്നത്. മൈദയുടെയൊക്കെ ഒരു കട്ടി അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലും കുറവും വരും. അപ്പോൾ 3/4 കപ്പൊക്കെ ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മാവ് നമുക്ക് കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കാം. ചെറിയ വ്യത്യാസമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അധികം തണുപ്പുള്ള സ്ഥലത്ത് വെക്കാതെ ചെറിയ ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ക്ലിയറാപ്പ് വെച്ച് അടച്ചിട്ട് മാവ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഫ്രഷ് തേങ്ങ ചിരകിയെടുത്ത തേങ്ങയാണ്, 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇത് നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. മാവിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം ഒരുപാട് നേരമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബോളാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നല്ലതുപോലെ കുറച്ചുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താലും മതി. ഒരുപാടങ്ങ് വലുതാക്കി നൈസാക്കിയൊന്നും പരത്തണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി.
നമുക്ക് കൈ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കയ്യിലെടുത്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മൾ എടുക്കുന്നതിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി 4 വശത്തു നിന്നുള്ളത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ ബണ്ണാക്കി എടുക്കുക. അപ്പോൾ റെഡിയാക്കി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കാം. ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഇതൊന്ന് ചെറുതായിപ്പോയി, ഇതൊന്ന് വലുതായിപ്പോയി. അപ്പോൾ ചെറുതും വലുതായിട്ട് ഞാനൊരു 9 എണ്ണമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൈസ് അനുസരിച്ചിരിക്കും കേട്ടോ എണ്ണത്തിൻ്റെ കാര്യമൊക്കെ. നമ്മൾ എത്ര ചെറുതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കിട്ടും. ഇനി ഇത് കുറച്ചുകൂടി വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ചെറിയ ബണ്ണായിരിക്കും കുറച്ചുകൂടി നല്ലത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബണ്ണ് ബേക്കിൽ ഒന്ന് നന്നായിട്ട് നോക്കുക. നമ്മുടെ ഫില്ലിംഗ് ഒന്നും പോവാത്ത രീതിയിൽ നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം വേവാത്ത പോലെ വരും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ചെറിയ തീയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബൺ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, കുറച്ചുകൂടി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും, എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകവശം ഇങ്ങനെയാണ് ഇരിക്കണേ. അപ്പോൾ ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്, നമ്മൾ ചെറിയ ചൂടിലിരിക്കുകയാണ്. തണുത്ത് കഴിയുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഇത് ആദ്യം റെഡിയാക്കിയതാണ്, നല്ല പഞ്ഞി പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്